ഇതെന്റെ ഭാര്യ പുഷ്പ. ഇതാ നമ്മുടെ ഫോട്ടോഗ്രാഫർ പെൺകുട്ടം പറഞ്ഞിട്ട് വന്നയാൾ. സിനിമയിലെല്ലാം ഫോട്ടോ എടുത്ത? സിനിമയിലൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല, സിനിമ കണ്ടിട്ടുണ്ട്. അമ്മ വന്നു. അമ്മേ അമ്മ ഇത് വേണുക്കുട്ടൻ പറഞ്ഞ ഫോട്ടോഗ്രാഫർ. പിള്ളേരെ കൂടെ വിളിക്കാം. അയ്യ അമ്മ ഇത് ഓവറാ അമ്മ മേക്കപ്പ്. അമ്മ വലിയ ഓവറൊന്നല്ലേ, ഇത് ഇച്ചിരി ഓവറാണെന്ന് സംശയം. കറക്റ്റ് എനിക്കും തോന്നി ഇത്തിരി ഓവറാ. അത് കറക്റ്റാ. കൃഷ്ണയായിരിക്കും ഇതെല്ലാം ചെയ്തേ? അല്ല, ഞാൻ തന്നെയാ. എനിക്ക് കൃഷ്ണയായത്. നിങ്ങളത് അത്ര വലിയ പ്രശ്നമില്ല. ഇത് ഫോട്ടോ എടുക്കുമ്പോ ഇങ്ങനെ എടുത്ത് കാണിക്കത്തില്ലേ? അല്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നിങ്ങളെന്നാ റെഡിയാവാ, എന്നാ ഞാനെന്നാ ഫ്രെയിമൊക്കെ ഒന്ന് നോക്കാം. എന്നോ ഓവറാടി ഇത്. ഇത് ഓവറൊന്നല്ല, ഇത് കണക്കാ. വവ്വാല് കണ്ടാ കടിച്ചോണ്ടു മാങ്ങൊക്കെ പഴുത്തിരിക്കുന്നു. നോക്കിയാട്ടെ എന്തിനാ മുടിയെല്ലാം കെട്ടി വെച്ച് നോക്കിയാ പണ്ട് 90s കെട്ടി വെച്ച പോലെയുള്ളത്. ഒരു സിനിമയുടെ ലുക്ക് ഉണ്ട്. എന്താ എന്റെ അമ്മയ്ക്ക് ഒരു കുറവും വേണ്ട. അവക്ക് വിവരം ഇല്ലാഞ്ഞിട്ടാടാ. അയാളോട് കണ്ടിങ്ങനെ കാണിച്ചിട്ടാ അത് പറഞ്ഞത് ഞാൻ ഓവറാന്ന് പറയാ. അതാ തോന്നുന്നു. ഇനി ഇവിടെ കിടന്ന് വഴക്കിടണ്ട അയാളുടെ മുമ്പിൽ. ഞാൻ പിള്ളേരെ വിളിച്ചോണ്ടിരാം. പിള്ളേരെ ഫോട്ടോഗ്രാഫർ ഒന്ന് കണ്ടോ ഞാൻ കണ്ണു കാണിക്കുന്നു. എന്തിനാന്നമ്മ ഇതെല്ലാം ഒരു ഗ്രൂപ്പിലെല്ലാം ഇടേണ്ട ഒരു ഫോട്ടോ അല്ലേ? എന്തിനാ ഇത്? അസൂയ അല്ല വേറെ പറയാൻ അവളോട്. എന്തിനാ അസൂയ? എന്നെ കണ്ടപ്പോ നിനക്ക് അപ്പൊ തുടങ്ങിയതാ ഒരു ചൊറിച്ചില്. ഭയങ്കര അസൂയാണ് എനിക്ക്. ഞാൻ പോയി എന്റെ ഒരു ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. ഇതെന്തിനാ ബാക്കിൽ മുടിയൊക്കെ ആക്കി വെച്ചത് നോക്കിയാട്ടെ. അയ്യോ എന്റെ അപ്പ എനിക്ക് വയ്യ. അയ്യോ എന്താ കുഴപ്പം എന്റെ മുടിക്ക്? എന്റെ മുടി കെട്ടി മുടിയുടെ ബാക്ക് സൈഡ് നോക്കിയാ എന്തിനാ ഇത്? അതെ അമ്മയല്ലേ, അമ്മയ്ക്ക് എന്തും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പ്രായത്തിനനുസരിച്ചിട്ട് ചെയ്യണം. നീ നിന്റെ മുഖം നോക്കിയാൽ മതി, അമ്മയുടെ മുഖം അമ്മ നോക്കിക്കോളൂ. ഇനി അമ്മ പഠിപ്പിക്കാറായ നീ. അമ്മ എന്താ ചേച്ചി എന്തിനാ സൈഡിൽ നിനക്ക് എന്തിന്റെ കേടായിരിക്കും ഒച്ച? ഞാൻ ഇത് നോക്കിയാട്ടെ ഇതെല്ലാം എന്തൊരു കോല ഇത്. ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ല ആരെങ്കിലും ഫോട്ടോ എടുക്കും എന്നും ചിന്തിച്ചു നോക്കി. എത്ര എടുത്ത് പോകും ഈ ഫോട്ടോ ഷെയർ ചെയ്തിട്ട്? ഞാൻ അങ്ങനെ എടുക്കാൻ കൂടുന്നില്ല. നീ എടുക്കണ്ട. അമ്മ എന്താന്ന് ചേച്ചി ഇവിടെ കിടന്ന് ബഹളം വെക്കാതെ, നാട്ടുകാർ മുഴുവൻ അറിയും. നിരുപ്പ് നോട്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്ന ഇഷ്ടമല്ല. റെഡാക്കി വെച്ചു. നീ വിചാരം ഫോട്ടോയിൽ ഇങ്ങനെ എടുത്ത് റെഡായി ഇങ്ങനെ കാണുന്ന വായടക്കി വെച്ചു അല്ലേ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ നാണം കണ്ടിട്ട്. അമ്മ എന്തെന്നാ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കണമെന്ന് മറ്റേ പറഞ്ഞില്ലേ? പോയി എടുത്തു പോ. ഞാൻ പോവാ. ഓട്ടം കണ്ട മറിഞ്ഞിട്ട് ചാടി അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ എടുക്കൽ നിന്നേനെ. എന്തോ ഒരുങ്ങിക്കെട്ടിട്ട് വന്ന കാര്യം ഈ മുഖം തന്നെയല്ലേ അതിൽ വരിക? നിന്റെ മോൻ തന്നെയല്ലേ അതിനകത്തും വരുന്നത്? നിങ്ങളിങ്ങനെ വഴക്കിട്ട് സമയം കളല്ലേ, എനിക്ക് പോയിട്ട് 100 കൂട്ടം പരിപാടികളാണ്. ബാക്കിയുള്ളവർക്ക് അവിടെ അല്ല അവര് ഇപ്പൊ വരും. സമയം പോണെന്ന് വിളിക്കുന്നു, വേഗം വിളിച്ചേ. നമ്മളെ രണ്ടാളെയും ഒന്ന് എടുത്തൂടെ? ഞങ്ങളുടെ രണ്ടിനും കൂടെ ഒന്ന് എടുത്തിട്ട് അവരെ വിളിക്കാം. അതെ എടുത്തോ, എടുക്ക. അതെ പറഞ്ഞാൽ ഇനിയിപ്പോ അവരും കൂടെ വന്നേ. അച്ഛാ ഞാൻ കുറച്ചുകൂടി ടച്ചപ്പ് ചെയ്യട്ടെ. മിണ്ടരുത്, ഇത്രയൊക്കെ മതി ടച്ച് അപ്പ് ഒക്കെ. അതെ അച്ഛമ്മയുടെ ട്രീറ്റ്മെന്റോട് അവിടെ ഒരാൾ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ആര്? സഞ്ജുവാ? അവൻ ആയുർവേദം പഠിക്കണമെന്ന് എനിക്ക് എങ്ങനെ അറിയായിരുന്നു? അല്ലാതെ അമ്മ ഉണ്ടാക്കി കൊടുത്ത മരുന്നിന്റെ പ്രശ്നമല്ല അല്ലേ? നിങ്ങളൊന്നും വഴക്കുണ്ടാകാതിരിക്കും, എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പോകാനാണ്. ആ മാലയെല്ലാം എടുത്ത് പുറത്തിടപ്പേ. നിന്റെ പൊട്ടൊന്ന് നേരെ വെക്കടി. അച്ഛാ അവരെ വിളിക്ക്. അവനെ വിളിക്ക്. അമ്മ ആവശ്യമില്ലാത്ത പണിക്ക് പോയതുകൊണ്ടല്ലേ അവനിപ്പം ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണോ? നിന്റെ പെമ്പർ നോക്കിയ പറഞ്ഞപ്പോ അവന് പിടിച്ചില്ല. പിള്ളേരെ വിളിക്ക്. എടാ സഞ്ജു, അപ്പുണ്ണി മാമോനെ ഇവിടെ വന്നിരിക്കേ. നിന്നെയൊക്കെ നോക്കി എത്ര നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? സുന്ദരനായിട്ട് എന്റെ മകൻ. എടാ ആ മാസ്ക് എടുത്ത് മാറ്റടാ. മാറ്റണോ? മാറ്റി എടുക്കാം. മാറ്റാവേ. ഫോട്ടോ എടുക്കാൻ കൂളിംഗ് ഗ്ലാസും വെച്ച് മാസ്കും വെച്ച്. അച്ഛമ്മയുടെ ട്രീറ്റ്മെന്റ് ഫലിച്ചു. എടാ താഴെയൊക്കെ മുളച്ചാടാ. ഇതിനൊരു ചിക്കൻ ബോക്സ് ഒക്കെ വന്നോണ്ടിരിക്കുന്നു മോൻ കണ്ട. ഞാൻ എടുക്കുന്നില്ല ഫോട്ടോ, ഞാൻ പോവാം. ചേട്ടാ നിങ്ങൾ തർക്കിക്കല്ലേ, ഫോട്ടോ വേറെ പണികളാണ്. താ ഫോട്ടോ എടുക്കാൻ വന്നല്ലേ? ആ ഫോട്ടോ എടുത്തിട്ട് നീ എവിടെങ്കിലും പോയി കയറി. ഇപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുക്ക്. പുഷ്പ ഇങ്ങോട്ട് വന്നേ, അവിടെ ഇരിക്കും, ഫ്രണ്ടിൽ വന്നിരുന്നേ. നീ ഇങ്ങോട്ട് നീ കൂടാ, അമ്മ ഇച്ചിരി തള്ളിയിരുന്നേ. നീ ഇങ്ങോട്ട് നിൽക്ക്. നീ ഇവിടെ വേടാ.
നീ വിഷമിക്കണ്ട, ഫോട്ടോഷോപ്പ് ചെയ്ത് നിന്റെ മുഖത്തിന് ഭംഗി കൂട്ടാം. നീ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലേ? കറക്റ്റാണ്. എന്നാലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലേ? ചേച്ചി എന്നാ എന്റെ കൂടെ ഇരുന്നില്ലല്ലോ. നിനക്ക് നീ എന്റെ കൂടെ ഇരിക്കണം. അച്ഛാ ഇവിടെ ഇരിക്കണോ? ഒരു ഫോട്ടോ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് മാറി ഇരിക്കാം. ഇവിടെ. ചേട്ടാ എടുത്ത ചേട്ടാ പെട്ടെന്നാട്ടെ എടുക്കുവാണേ. ചിരിച്ചേ. ചേട്ടാ സ്മൈൽ ചെയ്യണ്ടേ? ആ എടുത്തോ ചിരി ഉണ്ടല്ലോ മുഖത്ത്, അത് മതി. ചിരിക്കുന്നുണ്ടാ? ആ. ചിരിക്കും മോനെ, ഓൾമെന്റ് വെച്ച മാറും. ശരി. ഇപ്പൊ ചിരിക്കും. ഇവിടെ. ആ അതെയാ ചേട്ടൻ പറയുന്നത് ചെയ്യ്. റെഡി? റെഡി? ആ 1 2 3. ഓക്കെ. ഇനി ഒരെണ്ണം കൂടെ എടാ, ഇങ്ങോട്ട് വന്നേ. അങ്ങളുടെ കൈ വിറക്കുണ്ടല്ലോ. കൈ പറ അമ്മോനിച്ചിട്ട് വലുതാവുമ്പോ മനസ്സിലാവും. ഇനി ഓ ഓക്കെ. നീ ഇതിന് മാല കോർത്തിട്ടെ. മാല പുറത്തുണ്ട്. ഓക്കെ എടുക്കുവാണേ. ആ പേടിപ്പിക്കുന്ന പോലെയാ. എടുക്കുകയാണേ. താങ്ക് യു. അത് കാണാൻ പറ്റുവാ? അത് കാണാൻ പറ്റുവാ? കുറച്ചുകൂടെ എടുക്കാം. കുറച്ചുകൂടെ എടുക്കാം. ഈ പിള്ളേരുടെ എടുത്തു. പറ്റൂലേ? പിള്ളേരുടെ മതി. പിള്ളേരുടെ മതി. അടിപൊളി, ഞാൻ നന്നായിട്ടുണ്ട്. ഇതാ, എന്നെ ഉണ്ടല്ലേ? എന്നെ മറിച്ചിടുവോ? സുമ്മാവാ. ഞാനല്ലേ നല്ലത്. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. ചേട്ടൻ വന്നപ്പോ കള്ളം പറഞ്ഞല്ലേ സിനിമയുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലെന്ന്. ഇത് കണ്ടാ അറിയാം, ഇത് സിനിമ ഫോട്ടോഗ്രാഫർ തന്നെയാ. ശരിക്കും എന്റെ പേര് അമ്മയുടെ വിനയം പാലയില് കൊണ്ടാ. നന്നായിട്ട് കാണുന്നുണ്ടല്ലേ? എന്നെ വിനയം കൊണ്ട് പറഞ്ഞാലേ അങ്ങനെയൊക്കെ. വിനയം വന്നങ്ങ് കൂനി അല്ലേ? പേര് വിനയം ആക്കിയാലോ എന്ന് ആലോചിക്കും. അങ്ങനെ വിളിച്ചാ മതി. പിള്ളേര് മാത്രം വേണ്ട. മതി. എടാ, നിന്റെ മാസ്ക് കൂടറാ. വേണ്ട മതി. ഇനിയുണ്ടോ? ഞാൻ വലിച്ചു പൊട്ടിക്കും എല്ലാം കൂടെ. പിടിക്കും. ഈ പിള്ളേരെ എല്ലാരും ഒന്ന് മാറാൻ, ഞാൻ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇനി എന്നാത്തിനാ അത്? അല്ല ഇനിയിപ്പൊ അത്ര വിഷയം ആ, ആവട്ടെ. എടുത്തോ. നമുക്ക് മാറാം. ഇച്ചിരി മാറിയുന്നേ. എടുക്കുവാണേ. ഞങ്ങൾ എങ്ങോട്ടാ മാറണ്ടേ? ഇവിടെ നിൽക്കുക. ഇവിടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങള് വരുവേ. അതൊരെണ്ണം എടുത്തോ. പിടിക്കുന്നു. ആ അല്ല എന്നാ ഇതും കൂടെ അങ്ങോട്ട് വെച്ചോ. ഇല്ല കുളന്നോണ്ടിരിക്കല്ലേ. ആകെപ്പാടെ തിരിച്ചറിയുന്ന കണ്ണു വെച്ചിട്ട് അത് നീ മൂടിക്കളഞ്ഞു. ജയലളിതനെ പോലെ ഉണ്ട്. ജയലളിത ഇരിക്കുന്ന എടുക്കോട്ടാ. മാട്രിമോണിയിൽ വെക്കാനാണോ? എടുത്തില്ലേ? ആ ഇനി പിള്ളേര് സൂപ്പറാണ്. പിള്ളേര് നിന്ന് പിള്ളേരുടെ പടം എടുക്കട്ടെ. മാറിക്കേ. അമ്മ ഒന്ന് മാറിക്കേ. അമ്മ പിള്ളേരെ അമ്മ ഇങ്ങോട്ടോ. ഞാനും പ്രകാശേട്ടന് മാത്രമായിട്ട് ഒന്ന്. അതെടുക്കാം. 4 പിള്ളേരിരിക്കട്ടെ. ഞങ്ങള് ആ നീ പിള്ളേര് 4 നിന്നേ ഒരെണ്ണം എടുത്ത്. ഞങ്ങള് പിള്ളേരാണ്. നീ നമ്മളെ ഒരു ഫാമിലി, അങ്ങനെ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം. റെഡി? അപ്പൊ ഇവിടെ സമയമില്ല മോനെ, അതുകൊണ്ടാ. അതെങ്കിൽ അത് എടു. മുന്നോക്കം